ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 43 അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രവിക്കാം. 1. പ്രഭാഷകൻ 43 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 33. 2. പ്രഭാഷകൻ 41 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളിൽ ശീർഷകമില്ലാത്ത അധ്യായം ഏത്? ഉത്തരം അധ്യായം 43. 3. സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനം എന്ത്? ഉത്തരം തെളിഞ്ഞ ആകാശം. 4. മഹനീയ ദൃശ്യമെന്ന് 43:1 പറയുന്നത് എന്തിനെ? ഉത്തരം സ്വർഗം. 6. സൂര്യൻ മധ്യാഹ്നത്തിൽ ചെയ്യുന്നതെന്ത്? ഉത്തരം ഭൂമിയെ വരട്ടുന്നു. 7. സൂര്യൻ്റെ എങ്ങനെയുള്ള ചൂട് ആർക്കും സഹിക്കാൻ കഴിയാത്തത്? ഉത്തരം അത്യുഗ്രമായ ചൂട്. 8. എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നതാര്? ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ. 9. ചൂളയേക്കാൾ 3 ഇരട്ടി ചൂടിൽ സൂര്യൻ ദഹിപ്പിക്കുന്നത് എന്തിനെ? ഉത്തരം പർവ്വതങ്ങളെ. 10. അഗ്നിശരങ്ങൾ ചൊരിയുന്നത് ആര്? ഉത്തരം സൂര്യൻ. 11. സൂര്യൻ എങ്ങനെയാണ് കണ്ണഞ്ചിക്കുന്നത്? ഉത്തരം ഉജ്ജ്വലരശ്മികൾ കൊണ്ട്. 12. ആരുടെ കൽപ്പനയിലാണ് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത്? ഉത്തരം കർത്താവിൻ്റെ. 13. യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ കർത്താവ് സൃഷ്ടിച്ചതാരെ? ഉത്തരം ചന്ദ്രനെ. 14. കാലം നിർണയിക്കാനും എന്തടയാളം ആയിരിക്കാനുമാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്? ഉത്തരം ശാശ്വതമായ അടയാളം. 15. പ്രഭാഷകൻ 43:6 സമാനമായ ബൈബിൾ ഭാഗങ്ങൾ ഏത്? ഉത്തരം ഉൽപ്പത്തി 1 അധ്യായം 15 മുതൽ 16 വരെ വാക്യം. സങ്കീർത്തനങ്ങൾ 104 അധ്യായം 19 വാക്യം. 16. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത്? ഉത്തരം ഉത്സവ ദിനങ്ങൾ. 17. പൂർണ്ണതയിൽ എത്തിയ ചന്ദ്രൻ്റെ വെളിച്ചത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം ക്ഷയിക്കുന്നു. 18. എന്തിനെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു? ഉത്തരം അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ. 19. ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം എന്താണ്? ഉത്തരം ചന്ദ്രക്കല. 20. ആകാശത്തിൻ്റെ സൗന്ദര്യം എന്താകുന്നു? ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ. 21. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിര ഏത്? ഉത്തരം നക്ഷത്രങ്ങൾ. 22. ആരുടെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു? ഉത്തരം പരിശുദ്ധൻ്റെ. 23. ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ച്? ഉത്തരം നക്ഷത്രങ്ങൾ. 24. ശോഭയാൽ അഴകുറ്റത് എന്ത്? ഉത്തരം മഴവില്ല്. 25. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി ആരെ സ്തുതിക്കണം? ഉത്തരം അതിൻ്റെ സൃഷ്ടാവിനെ. 26. മഴവില്ല് ആകാശത്തെ വലയം ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം മനോഹരമായ ചാപം കൊണ്ട്. 27. മഴവില്ല് കുലച്ചിരിക്കുന്നത് ആരുടെ കരങ്ങളാൽ? ഉത്തരം അത്യുന്നതൻ്റെ. 28. കർത്താവ് തൻ്റെ കൽപ്പനയാൽ അയക്കുന്നത് എന്ത്? ഉത്തരം ഹിമപാതം. 29. വിധിയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നത് ആര്? ഉത്തരം അത്യുന്നതൻ. 30. സംഭരണശാലകൾ തുറന്ന് പക്ഷികളെപ്പോലെ പറക്കുന്നത് എന്ത്? ഉത്തരം മേഘങ്ങൾ. 31. തൻ്റെ മഹത്വത്താൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്തു ചെയ്യുന്നു? ഉത്തരം ആലിപ്പഴങ്ങളായി നുറുക്കുന്നു. 32. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത്? ഉത്തരം പർവ്വതങ്ങൾ. 33. അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? ഉത്തരം തെക്കൻ കാറ്റ് വീശുന്നു. 34. കർത്താവ് എങ്ങനെയൊക്കെയാണ് ഭൂമിയെ ശാസിക്കുന്നത്? ഉത്തരം വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും മേഘഗർജനവും കൊണ്ട്. 35. കർത്താവ്
മഞ്ഞ് വിതറുന്നത് എങ്ങനെ? ഉത്തരം പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ. 36 മഞ്ഞ് ഇറങ്ങി വരുന്നത് എന്തിനെ പോലെ? ഉത്തരം വെട്ടുകിളിപ്പാറ്റം പോലെ. 37 പ്രഭാഷകൻ 43:17 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 29:8. 38 കണ്ണഞ്ചിക്കുന്ന വെണ്മയുള്ളത് എന്തിനാണ്? ഉത്തരം മഞ്ഞിന്. 39 മഞ്ഞ് വീഴുന്നത് കണ്ട് വിസ്മയഭരിതമാകുന്നത് എന്ത്? ഉത്തരം മനസ്സ്. 40 അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്നത് എന്ത്? ഉത്തരം തുഷാരം. 41 തുഷാരം ഉറയുമ്പോൾ എന്തുപോലെയാകും? ഉത്തരം കൂർത്ത മുള്ളുപോലെ. 42 പ്രഭാഷകൻ 43:19 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 147:16-18 വരെ. 43 ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നതെങ്ങനെ? ഉത്തരം തണുത്ത കാറ്റ് വീശുമ്പോൾ. 44 മഞ്ഞുകട്ട പൊങ്ങിക്കിടക്കുന്നതെവിടെ? ഉത്തരം ജലാശയങ്ങളുടെ മുകളിൽ. 45 ജലാശയങ്ങളുടെ മുകളിൽ പൊങ്ങിക്കിടക്കുകയും ജലം പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നത് എന്ത്? ഉത്തരം മഞ്ഞുകട്ട. 46 ചൂടുകൊണ്ട് ദഹിക്കുന്നത് എന്ത്? ഉത്തരം പർവ്വതങ്ങൾ. 47 ചൂടുകൊണ്ട് വരളുന്നത് എന്ത്? ഉത്തരം മരുഭൂമി. 48 ചൂടുകൊണ്ട് സസ്യങ്ങൾ വാടിക്കരിയുന്നത് എപ്രകാരം? ഉത്തരം അഗ്നി കൊണ്ടെന്ന പോലെ. 49 എല്ലാത്തിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം മൂടൽമഞ്ഞ്. 50 മൂടൽമഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്ത് സംഭവിക്കും? ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകും.